Hello guys, Dan Bro Reborn again. So in the last video I discussed about or I gave a simple or basic information about endocrine system. So I told in the next video or in this present video which I am taking or talking to you, I told that I am discussing about the first endocrine gland, that is adrenal gland. So without just beating around the bush, let's get straight into the video. So first of all, where is the location of adrenal glands? Adrenal glands is just like a cap-like shape, topi. It's just like a cap shape, present just on top of each kidney. You know kidney? കിഡ്നിയുടെ തൊട്ട് മുകളിൽ ഒരു തൊപ്പി പോലത്തെ ഷേപ്പാണ് അഡ്രീനൽ ഗ്ലാൻഡ്. ഈ അഡ്രീനൽ ഗ്ലാൻഡിന് രണ്ട് പാർട്ടുണ്ട്, അഡ്രീനൽ മെഡുല, അഡ്രീനൽ കോർട്ടെക്സ്. ഈ അഡ്രീനൽ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അഡ്രിനാലിന് വേറെ രണ്ട് പേരുണ്ട്, എപ്പിനിഫ്രൈൻ എന്ന് വിളിക്കും, EPINE എന്നും വിളിക്കും, നോർ അഡ്രിനാലിന് വിളിക്കും, NOR അഡ്രിനാലിൻ. എപ്പിനിഫ്രൈൻ എന്ന് പറയുന്നത് നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത് സെയിം ആസ് അഡ്രിനാലിൻ. സോ adrenal gland present like caps on the top of each kidney, divided into two parts, adrenal medulla, adrenal cortex. ഇതിൽ അഡ്രീനൽ മെഡുലയാണ് അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം അഡ്രിനാലിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം കാണുമ്പോൾ പേടിക്കുന്നു, അല്ലെങ്കിൽ സർപ്രൈസ് ആവുന്നു, എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദേഷ്യം വരുന്നു, ചിരിക്കുന്നു, ആനന്ദിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര സാഡ് ആവുന്നു, ഡെസ്പറേറ്റ് ആവുന്നു, ആങ്ഷ്യസ് ആവുന്നു. ഈ സമയത്തൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം 30 crore പാർട്സ് ആണെന്ന് വിചാരിക്കുക. അതിൽ ഒരു പാർട്ട് 1 out of 30 crore പാർട്സിൽ അഡ്രിനാലിൻ ഉണ്ടെങ്കിലും അത് ഡേഞ്ചറസ് ആണ്. ഈ അഡ്രിനാലിന് രണ്ട് ഫംഗ്ഷനാണ്, ഫൈറ്റിംഗ് ഓർ ഫ്ലൈറ്റ്. ഒരു ഡേഞ്ചർ വരികയാണെങ്കിലാണ് നമ്മൾ സാധാരണ പറയാം, പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ അഡ്രിനാലിൻ വരിക. പോസിറ്റീവ് ആണെങ്കിൽ ഡോപ്പമിൻ, നെഗറ്റീവ് ആണെങ്കിൽ അഡ്രിനാലിൻ. ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഡേഞ്ചറിനോട് നമ്മൾ റെസിസ്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡേഞ്ചർ വരുമ്പോൾ നമ്മൾ അതിന് രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യും. അതാണ് ടു ഫൈറ്റ് ഓർ ടു ഫ്ലൈറ്റ്. അപ്പോൾ അഡ്രിനാലിൻ എന്ന് പറയുന്നത് അഡ്രിനൽ മെഡുലയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് ഫംഗ്ഷൻ, ടു ഫൈറ്റ് ഡേഞ്ചർ ഓർ ടു ഫ്ലൈറ്റ്, ഓടി രക്ഷപ്പെടുക. ഇനി ഇതിന് മെയിൻലി 3 ഫംഗ്ഷൻ ഉള്ളത്. ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് അഡ്രിനാലിൻ സ്റ്റിമുലസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുക, അഡ്രിനാലിൻ ഫില്ലാകുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് വർദ്ധിക്കും. ഇറ്റ് ഇൻക്രീസസ് ഹാർട്ട് ബീറ്റ് അക്കമ്പനിഡ് ബൈ ഇൻക്രീസ് ഇൻ BP, ബ്ലഡ് പ്രഷർ കൂടും. ഇനി ബ്ലഡ് സപ്ലൈ ടു ദ മസിൽസ്, നമ്മുടെ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സർക്കുലേറ്ററി എന്ന് വെച്ചാൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ കൂടും. അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് സപ്ലൈ കൂടും, ഹാർട്ട് ബീറ്റ് കൂടും, ഗ്ലൂക്കോസ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്, ലൈക്ക് പുട്ടിങ് മോർ ഫ്യൂലിൻ്റെ ഒരു എഞ്ചിനിലേക്ക് നമ്മൾ ഫ്യൂവൽ ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യണ പോലെയാണ്. ഫൈനൽ ഡാഷ് ടു വിൻ എ റേസ്. അത് വേറെ എക്സാമ്പിൾ, ഒരു ഓട്ട മത്സരത്തിൽ ആദ്യം നിങ്ങൾ പതുക്കെ ഓടും, പക്ഷെ പെട്ടെന്ന് ആ റിബൺ അവിടെ ഇല്ല, അതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഡാഷ് ചെയ്യും, അത് അഡ്രിനാലിനാണ്. അപ്പോൾ അഡ്രിനൽ മെഡുല കഴിഞ്ഞു, അഡ്രിനാലിൻ്റെ ഫംഗ്ഷനും കഴിഞ്ഞു. രണ്ടാമത് അഡ്രിനൽ കോർട്ടെക്സ് ആണ്. അഡ്രിനൽ മെഡുല അഡ്രിനാലിനാണെങ്കിൽ അഡ്രിനൽ കോർട്ടെക്സ് കോർട്ടിസോൾ ആണ്. കോർട്ടിസോൺ, CORTISONE. അത് ഇൻഫ്ലമേഷനെ സപ്രസ് ചെയ്യും. ഈ കോർട്ടിക്കൽ ഹോർമോൺസ് 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യും, മിനറാലോ കോർട്ടിക്കോയിഡ്സ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, സെക്സ് കോർട്ടിക്കോയിഡ്സ്. മിനറാലോ കോർട്ടിക്കോയിഡ്സ് ആണ് നമ്മുടെ ബോഡി മെറ്റാബോളിസം കൺട്രോൾ ചെയ്യുന്നത്. ലൈക്ക് സോഡിയം സോഡിയം ഇല്ലാതെ, എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, ആൾക്ക് സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് ഒരു ദിവസം ആൾ പെട്ടെന്ന് മരിക്കാനിടയായി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാത്തിനും ഒരു അളവില്ലേ, കൂടിയാലും കുറഞ്ഞാലും വളരെ കുഴപ്പമാണ്. അതുകൊണ്ട് സോഡിയത്തിൻ്റെയും പൊട്ടാസിൻ്റെയും പല മിനറൽസിൻ്റെയും അളവും ബോഡി മെറ്റാബോളിസത്തിലും കൺട്രോളിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു കോർട്ടിക്കോയിഡ് തന്നെയാണ് മിനറാലോ കോർട്ടിക്കോയിഡ്സ്. പിന്നീട് വരുന്ന ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. ഇതിന് മെയിനായിട്ട് 4 ഫംഗ്ഷൻ ഉള്ളത്. നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ അഥവാ അളവ് വർദ്ധിപ്പിക്കും, ഫാറ്റും പ്രോട്ടീനും മെറ്റാബോളിസം നോക്കി നടത്തും, സോൾട്ട് ആൻഡ് വാട്ടർ, ഡീഹൈഡ്രേഷൻ ഓഫ് വാട്ടർ, അതെല്ലാം ഇതാണ് നോക്കുന്നത്. സോൾട്ട്, വാട്ടർ, മിനറൽസ്, ഈ സംഭവങ്ങളെല്ലാം കോർട്ടിക്കോയിഡ്സിൻ്റെ ഫംഗ്ഷനാണ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിൻ്റെ 4ാമത്തെ ഫംഗ്ഷൻ എന്താ പറയുക, സ്ട്രെസ്സ്, എക്സ്ട്രീം ഹീറ്റ്, കോൾഡ്, ബേൺ, ഇൻഫെക്ഷൻ എന്തെങ്കിലും നമുക്ക് വന്നാൽ പെട്ടെന്ന് നമ്മൾ നോർമലായി തിരിച്ചെത്തുന്നതെല്ലാം ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് കാരണം. ഇനി സെക്സ് കോർട്ടിക്കോയിഡ്സ്, വിവിധ തരത്തിലുള്ള സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോയ്സിൽ ടെസ്റ്റോസ്റ്റെറോണും ഗേൾസിൽ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാം മെയിൻ ഫംഗ്ഷൻ നോക്കുന്നതിൽ ഒരു ഘട്ടം ഒരു എക്സ്ട്രീം ചെറിയൊരു ഫംഗ്ഷൻ, എക്സ്ട്രീമിലൊരു ചെറിയൊരു ഭാഗം മാത്രം സെക്സ് കോർട്ടിക്കോയിഡ്സ് നോക്കും. പക്ഷേ വേറൊരു കുഴപ്പമെന്ന് പറയുന്നത് അഡ്രിനാലിൻ കുറവാണെങ്കിലും കൂടാണെങ്കിലും വളരെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞു. പക്ഷേ ഏറ്റവും ഭയങ്കര വില്ലൻ എന്ന് പറയുന്നത് കോർട്ടിക്കോയിഡാണ്. കാരണം കോർട്ടിസോൺ, അഡ്രീനൽ കോർട്ടെക്സ് സെക്രറ്റ് ചെയ്യുന്ന കോർട്ടിസോൺ കൂടിപ്പോയോ കുറഞ്ഞ പോലൊരു ഡിസീസ് വരും, അഡ്രീനൽ വിറിലിസം. അത് മെന്നിലാണെങ്കിൽ അവർക്ക് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സും ഫീമെയിലാണെങ്കിൽ മെയിൽ ക്യാരക്ടറിസ്റ്റിക്സും വരും. ഇനി കോർട്ടിസോണിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ വരുന്ന വേറെ ഡിസീസാണ് hyposecretion of cortisone because of adrenal cortex causes ഒരു ഡിസീസ് ആഡിസൺ.
ആഡിസൺസ് ഡിസീസ് വരും. ഇതൊരു ഡിസീസ് വരുമ്പോൾ നമുക്ക് കുറേ സിംറ്റം കാണാമല്ലേ. അപ്പോൾ ആഡിസൺസ് ഡിസീസിൻ്റെ സിംറ്റം എന്താ? ഹൈപ്പോഗ്ലൈസീമിയ, ബ്ലഡിലെ ഷുഗർ കുറഞ്ഞു പോകും. സ്കിൻ പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ കണ്ട കളറ് വെള്ളയൊക്കെ ആയി വരും. ചില ആൾക്കാർ കാണുമ്പോൾ മുഖത്തും കവിളിലൊക്കെ വെള്ള കളർ വരില്ല. അതിൻ്റെ കാരണമൊക്കെ ഇത് തന്നെയാണ്. സെൻസിറ്റിവിറ്റി ടു കോൾഡ് ആൻഡ് ഹൈപ്പർ സെൻസിറ്റീവ് ആവും നമ്മൾ. ബോഡി വെയിറ്റ് കുറയും, വൊമിറ്റിംഗ് ടെൻഡൻസി വരും. ഇതേ സിംറ്റം തന്നെയുള്ള വേറൊരു സംഭവമാണ് ഈ കോർട്ടിസോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ. അതിൻ്റെ പേരാണ് കുഷിങ്സ് സിൻഡ്രോം. ഹൈപ്പോ സെക്രീഷൻ, വളരെ കുറഞ്ഞ അളവിലാണ് കോർട്ടിസോൺ പ്രവർത്തിക്കുന്നതെങ്കിൽ അഡ്രീനൽ വിർലിസം അഥവാ ആഡിസൺസ് ഡിസീസ് വരും. കൂടിയാലും അഡ്രീനൽ വിർലിസം വരും, പക്ഷെ കൂടിയാൽ കുഷിങ്സ് സിൻഡ്രോം ആയിരിക്കും വരിക. ഇതിന് ഹൈപ്പർ ഗ്ലൈസീമിയാണ്. ഹൈപ്പോ സെക്രീഷൻ, ആഡിസൺസ് ഡിസീസ്, ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പർ ഗ്ലൈസീമിയ ആണെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ ഓഫ് കോർട്ടിസോൺ വരും, കുഷിങ്സ് സിൻഡ്രോം. സോൾട്ട് ആൻഡ് വാട്ടർ ബാലൻസ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിൻ്റെ കൂടെ ഹൈപ്പർ സെക്രീഷൻ ഓഫ് കോർട്ടിസോൺ ഞാൻ പറഞ്ഞില്ലേ, കോർട്ടിസോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അഡ്രിനൽ ഗ്ലാൻഡ്. ഒന്നും കൂടെ ഒരു വിഷൻ നടത്താം. അഡ്രിനൽ ഗ്ലാൻഡ് തൊപ്പി ഷേപ്പ്, കിഡ്നിയുടെ മുകളിലുണ്ട് 2 പാർട്ട്, അഡ്രിനൽ മെഡില, അഡ്രിനൽ കോർട്ടക്സ്. അഡ്രിനൽ മെഡില അഡ്രിനാലിൻ ടു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അതിന് ഹാർട്ട് ബ്ലഡ് സപ്ലൈ കൂടുന്നു, ഗ്ലൂക്കോസ് ഗ്ലൈക്കജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലൈക്ക് ഫ്യൂവൽ, ഒരു എഞ്ചിനിലേക്ക് ഒരു ഫ്യൂവൽ ഇങ്ങനെ കയറ്റുന്ന പോലെ ഹാർട്ട് ബീറ്റ് വർദ്ധിപ്പിക്കുന്നു. അഡ്രിനൽ കോർട്ടക്സ് ആണെങ്കിൽ കോർട്ടിസോൺ സെക്രീറ്റ് ചെയ്യുന്നു 3 തരത്തിൽ: മിനറാലോ കോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, സെക്സ് കോർട്ടിക്കോയിഡ്. സെക്സ് കോർട്ടിക്കോയിഡ് കൂടിയാലോ കുറഞ്ഞാലോ അഡ്രിനൽ വിർലിസം വരും. കൂടാതെ കുഷിങ്സ് സിൻഡ്രോമും ആഡിസൺസ് ഡിസീസും വരും. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റിയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ പാൻക്രിയാറ്റിക് ഗ്ലാൻഡിനെ പറ്റിയും ഇൻസുലിൻ, ഗ്ലൂക്കാഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ, ആൽഫ ബീറ്റ ഡെൽറ്റ സെൽസിനെ പറ്റിയും ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, എന്തുകൊണ്ടാണ് പാൻക്രിയാസിനെ എക്സോ എൻഡോക്രിൻ ഗ്ലാൻഡിനെ വിളിക്കുന്നതിനെ പറ്റിയും ഞാൻ എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സ്റ്റിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്, വാച്ച്, സബ്സ്ക്രൈബ്. ബൈ ബൈ.